പക്ഷേ ഇതില്ല കേട്ടോ, പാലിൻ്റെ അളവ് ഇത്തിരി കുറഞ്ഞു പോയി. അങ്ങനെയൊക്കെ ഹായ് എവരിബഡി, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ കുറച്ചൊരു നോയ്സ് നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യേണ്ടി വരും. ഇവിടെ ഫ്ലാറ്റിൽ കുറച്ച് വർക്ക്സ് നടക്കുന്നുണ്ട് താഴെ, അപ്പം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതുണ്ട്, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കൂ പ്ലീസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ലോട്ടസ് ബിസ്കഫ്. കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. ലോട്ടസ് ബിസ്കഫ് എന്ന് പറഞ്ഞ ഒരു ബെൽജിയൻ കാരമൽ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കുക്കിയാണ്. ആ കുക്കീൻ്റെ സ്പ്രെഡ് ഉണ്ട്. അപ്പം ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. കുക്കിയും കോസ്റ്റ്ലിയാണ്, അതേപോലെ സ്പ്രെഡും കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതൊരു ബിസ്ക്കറ്റ് ലൈക്ക് കുക്കി ആയതുകൊണ്ട് ഇതിന് ബിസ്കോഫ് എന്ന് പറയുന്നത്, ബിസ്ക്കറ്റ് എന്നും അവരവിടെ പറയില്ല, ബിസ്കോഫ് എന്ന് പറയുന്നത് ഈ ഒരു ബിസ്ക്കറ്റ് ലൈക്ക് കുക്കി ആയതുകൊണ്ടാണ്. അതുപോലെ സിനമൺ ഫ്ലേവർ അടങ്ങിയിട്ടുള്ള കാരമൽ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കുക്കിയാണിത്. അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ നമുക്കൊരു 250 ഗ്രാം കുക്കി ബിസ്ക്കറ്റ്, അതിന് നമുക്ക് കടയിൽ നമ്മുടെ ഇന്ത്യൻ പ്രൈസ് വന്നിട്ട് 297 റുപ്പീസാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്ന എമൗണ്ടാണത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കുക്കിയാണ്. സ്പ്രെഡിൻ്റെ കാര്യമാവട്ടെ, അതും അതേപോലെ തന്നെ. ഇപ്പോൾ ഒരു 350 ഗ്രാമുള്ള ഒരു ബോട്ടിൽ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ഏകദേശം 680 അങ്ങനെ അടുപ്പിച്ച് വരും. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അപാര ടേസ്റ്റാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ ഈ ഒരു പ്രൈസ് എക്സ്ക്യൂസ് ചെയ്ത് മേടിച്ച് പോകും. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കും പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിയണ്ടേ. അപ്പം ഞാൻ കുറേ നാളായിട്ട്, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാവുന്ന കാര്യമാണിത്. കാരണം ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി, പക്ഷേ ഇതില്ല കേട്ടോ, പാലിൻ്റെ അളവ് ഇത്തിരി കുറഞ്ഞു പോയി. അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ കുറേ റെസിപ്പീസ് മാറ്റി തിരിച്ചു ഉണ്ടാക്കി നോക്കിയിട്ട് അവസാനം ഞാൻ എത്തി നിൽക്കുന്ന ഒരു റെസിപ്പിയാണ്. അതായത് 98% നമ്മുടെ ഒറിജിനൽ ബിസ്കറ്റ് സ്പ്രെഡിൻ്റെ അതേ ടേസ്റ്റ് വരുന്ന ഒരു സ്പ്രെഡാണ് നമ്മളിന്ന് വളരെ കുറഞ്ഞ ചിലവിൽ, വളരെ ചിലവ് ചുരുക്കി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ലോട്ടസ് ബിസ്കറ്റ് സ്പ്രെഡ് വീട്ടിൽ വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബയോ. അപ്പോൾ നമുക്ക് ലോട്ടസ് ബിസ്കറ്റ് സ്പ്രെഡ് ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് അമൂലിൻ്റെ ഫ്രഷ് ക്രീം, ഏത് ബ്രാൻഡിൻ്റെ ഫ്രഷ് ക്രീം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ അമൂലിൻ്റെയാണ് എടുത്തേക്കുന്നത്. അതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ഫ്രഷ് ക്രീം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അതിന് പകരം പാലെടുത്താൽ മതി. പക്ഷേ ഫ്രഷ് ക്രീം എടുക്കുന്നതാണ് കുറച്ചും കൂടി സിമിലർ ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഫ്രഷ് ക്രീം നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഫ്രഷ് ക്രീം ഒഴിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ഒഴിക്കാം. അപ്പോൾ ഈ 1/2 കപ്പ് പാല് അളവ് നമ്മൾ കുറയ്ക്കരുത്. അത് കുറച്ചാൽ നമ്മുടെ കൺസിസ്റ്റൻസിയിൽ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ 1/2 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് നമുക്കതൊന്ന് സ്പൂൺ വെച്ച് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം. നന്നായി യോജിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പും കൂടി ഒഴിക്കാം. നിങ്ങൾക്ക് സംശയം തോന്നും നമുക്കിത് ഒരുമിച്ച് അങ്ങോട്ട് ഒഴിച്ചാൽ പോരെന്നില്ല. ഒരുമിച്ച് ഒഴിക്കുമ്പം കട്ടകൾ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ കട്ടകളും തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാൻ പറ്റും. മൊത്തവും നമ്മളിപ്പോൾ 1 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്, അത് അത്രയും തന്നെ വേണം. ഇല്ലെങ്കിൽ നമ്മുടെ കൺസിസ്റ്റൻസി ഒത്തിരി അങ്ങ് കയറി കട്ടിയായിപ്പോവും. ഇനി നമുക്കൊരു അടിത്തട്ടിയുള്ള പാത്രം എടുക്കാം. അത് നോൺ സ്റ്റിക്ക് ആവാം, അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ പാത്രം ആവാം. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര, ഗ്രാനുലേറ്റഡ് ഷുഗർ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പാത്രം നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ. എന്നിട്ട് നമ്മൾ ഇത് ഇട്ടിട്ട് ഒരു 2 മിനിറ്റിനുള്ളിൽ ഈ പഞ്ചസാര കാരമലൈസ് ആവാൻ തുടങ്ങും. നമ്മൾ ഈ സമയത്ത് ഒന്നും ചെയ്യേണ്ട, വെറുതെ നോക്കിക്കൊണ്ട് നിന്നാൽ മതി. കാരണം ഇപ്പം നമ്മൾ സ്പൂണൊക്കെ വെച്ച് ഇളക്കാൻ പോയാൽ ഈ പഞ്ചസാര കയറി സ്പൂണിലേക്ക് കട്ട പിടിക്കും. ഒരു 2 മിനിറ്റിനുള്ളിൽ ആ ഒരു പാത്രത്തിലെ ചൂട് ഈ ഒരു പഞ്ചസാരയിലേക്ക് കണ്ടക്റ്റ് ആയിട്ട് ഇങ്ങനെ പഞ്ചസാര തനിയെ അലിഞ്ഞ് തുടങ്ങിക്കോളും. അപ്പം നമ്മൾ ഫ്ലെയിം ഇപ്പോഴും ലോയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് മീഡിയം ഫ്ലെയിം ആക്കി വേഗം തന്നെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ് ഫ്ലെയിം തിരിച്ച് ലോ ആക്കാം. ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞ് ടേസ്റ്റൊക്കെ മാറി ആ ഒരു കയ്പ്പ് രസം വരും. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇപ്പോൾ റൂം ടെമ്പറേച്ചർ അല്ലെങ്കിലും കുഴപ്പമില്ല. ബട്ടറും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം.
ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ലോയിൽ തന്നെ വെച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു മിൽക്ക് മിക്സ് ഇല്ലേ അത് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒഴിക്കുമ്പോൾ ഇതെല്ലാം കൂടി കയറി കട്ട പിടിക്കും, കുഴപ്പമില്ല, നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. സാവധാനം ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഒരു 2-3 മിനിറ്റിനുള്ളിൽ അത് നന്നായിട്ട് അലിഞ്ഞ് ഇതേപോലെ ഒരു പരുവാകും. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ കഷ്ണം പട്ട 3 പീസായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. 3 പീസ് ആക്കണമെന്നില്ല കേട്ടോ, ഒരു പീസ് അങ്ങനെ തന്നെ ഇട്ടാലും മതി, അല്ലെങ്കിൽ പട്ട പൊടിച്ചിട്ട് ഇട്ടാലും മതി. പക്ഷെ പിന്നെ അത് അരിക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അതിനെക്കാട്ടിയും നല്ലത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ഫ്ലേവർ അതിന് കിട്ടിയാൽ മതി. ഇനി നമുക്കിത് നന്നായിട്ട് ബോയിൽ ചെയ്ത് കുറുകി നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കരുത്. അപ്പോൾ കണ്ടോ പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി നമ്മളൊരു 10 തൊട്ട് 15 മിനിറ്റ് വരെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെയായി. ഒരു 5 മിനിറ്റൊക്കെ ഇളക്കി കഴിഞ്ഞപ്പോൾ ഇത് പകുതി ആയിട്ടുണ്ട് അതിൻ്റെ വോളിയൂം. ഇങ്ങനെ ഇത് പതുക്കെ കളർ ഡാർക്കായി കട്ടിയായി ഇതേപോലെ ഒരു സോസ് ലൈക്ക് കൺസിസ്റ്റൻസി ആവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കാം. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ആ കറക്റ്റ് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത് കറക്റ്റ് ആണെന്ന് അറിയുന്നത് ഇതേപോലെ ഒന്ന് ഇതാക്കുമ്പോൾ ഒരു വഴി തെളിഞ്ഞ് ഇങ്ങനെ വരും. നമ്മൾ നേരെ ഇങ്ങനെ ഒരു വര വരയ്ക്കും, കണ്ടോ? അതുപോലെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആയെന്നാണ്. ഒരു നുള്ള് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാരമലും ഉപ്പും എപ്പോഴും നല്ല ഫ്ലേവറാണ്. നമുക്ക് ആ പട്ട അങ്ങ് എടുത്ത് മാറ്റാം. അപ്പോൾ കൃത്യമായിട്ട് ഓർമ്മ വേണം നമ്മൾ എത്ര കഷ്ണം പട്ട ഇട്ടു. ഒരു വലിയ കഷ്ണം പട്ട ഇട്ടാൽ മതി. ഇപ്പം ഞാൻ ഒരു വലിയ കഷ്ണം 3 പീസാക്കി അങ്ങോട്ട് ഇട്ടെന്നേ ഉള്ളൂ. അപ്പം ഞാനത് അതിൽ നിന്ന് നമുക്ക് എടുത്ത് അങ്ങ് മാറ്റാം. കാരണം അതിലങ്ങ് കിടന്നാൽ ഇതൊരു കയ്പ്പ് കയറി വരും. മാത്രമല്ല ഇത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് കയറി കട്ട പിടിക്കും. അപ്പോൾ പിന്നെ ഇതിങ്ങനെ എടുക്കാനും പാടായിരിക്കും. ഇനി നമുക്ക് അങ്ങ് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ മെയിൻ സംഭവമായ നമ്മുടെ ലോട്ടസ് ബിസ്കഫിൻ്റെ ആ ഒരു ബിസ്ക്കറ്റ് കുക്കി, ഇതാണ് സംഭവം. ഇത് ഒരു 250 ഗ്രാം വരുന്ന പാക്കാണ്. ഈ 250 ഗ്രാം വരുന്ന പാക്കിന് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് 285 റുപ്പീസാണ്. ഇപ്പോൾ കറണ്ട് പ്രൈസ് 297 ആണ് കേട്ടോ. അപ്പം ഇതിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ പാർലെ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ടൈഗർ ബിസ്ക്കറ്റ് എടുത്താൽ മതി. ഇപ്പം നമ്മുടെ മിക്സിയുടെ ഈ ഒരു ഗ്രൈൻഡർ ജാറിലേക്ക് നമുക്കൊരു 10 ലോട്ടസ് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. പാർലെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ പാർലേയുടെ ഒരു 12 ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കണം. ടൈഗർ ബിസ്ക്കറ്റ് ആണെങ്കിലും 12 ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കണം. നമുക്കൊന്ന് ഹൈ സ്പീഡിലൊരു 3 സെക്കൻഡ് ഒക്കെ ഒന്ന് അടിച്ചിട്ട് വരാം. പൊടിച്ച് എടുക്കണം. അപ്പോൾ ഒത്തിരി അങ്ങ് അരങ്ങി പോകരുത്, ഇതേപോലെ ഫൈനായിട്ട് ഇരുന്നാൽ മതി. ഒത്തിരി ആയാൽ അതിൻ്റെ ബട്ടറൊക്കെ ഇളകി വരാൻ തുടങ്ങും. നമ്മുടെ നേരത്തെ ആ കാരമൽ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഒരു 10 സെക്കൻഡ് ഗ്രൈൻഡ് ചെയ്തു, ഹൈയിലിട്ട് അങ്ങോട്ട് അരച്ചതാണ്. അപ്പോൾ ഇത് പോരാ, നമ്മൾ ആ സൈഡിലൊക്കെ ബിസ്ക്കറ്റിൻ്റെ ഇത് പറ്റിയിട്ടുണ്ടാവും. അത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഹൈയിലിട്ട് അങ്ങോട്ട് അടിക്കുക. അപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള ബിസ്ക്കഫ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഹണി. ഒരു 1.5 ടേബിൾ സ്പൂൺ ഹണിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് ശരിക്കും ഒരു ആപ്റ്റ് ടേസ്റ്റ് വരുന്നത്. എഗെയിൻ ഹൈയിൽ നമുക്കൊരു 3 സെക്കൻഡ് ബീറ്റ് ചെയ്യാം. നമ്മുടെ ലോട്ടസ് ബിസ്ക്കഫ് അതാ റെഡിയായി. ഹൈയിലിട്ട് അടിച്ചതിൻ്റെയാണ് എയർ ബബിൾ, അത് കാര്യമാക്കേണ്ട. നല്ല സ്മൂത്തായിട്ടുള്ള ലോട്ടസ് ബിസ്ക്കഫ് സ്പ്രെഡ്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയല്ല, തണുപ്പിച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. നമുക്ക് അടച്ചു വെക്കാൻ പാകത്തിനുള്ള ഒരു ബൗളിലേക്ക് വേണം മാറ്റാൻ. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ അടച്ചു വേണം വെക്കാൻ. സ്മൂത്താണ്, കണ്ടോ എന്ത് സ്മൂത്താണ്. ഇപ്പോൾ ഹണി ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഹണി ആഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് വരുന്നത്. നമുക്കിതിന് നമ്മുടെ ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇതിപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ നമ്മുടെ ബിസ്ക്കറ്റ് സ്പ്രെഡിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ വരണമെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. മിനിമം ഒരു ദിവസമൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോൾ പെർഫെക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി വരും. നമുക്കിപ്പം ഞാൻ 1 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറായപ്പോൾ ഉള്ള ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇത്. കൺസിസ്റ്റൻസി മാത്രമല്ല ടേസ്റ്റും വളരെ നല്ലതായിരുന്നു. എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഒറിജിനൽ സ്പ്രെഡിനോളം തന്നെ എത്തി നിൽക്കുന്ന ഒരു ടേസ്റ്റാണ്. നമുക്കിനി ഇത് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കഴിക്കാം. ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യുമ്പോഴും ഇതാ കണ്ടില്ലേ അതേപോലത്തെ ഒരു ടെക്സ്ചറാണ്. ഇതിപ്പോൾ 1 മണിക്കൂറായിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു കൺസിസ്റ്റൻസി പിറ്റേന്ന് ആവും. ടേസ്റ്റ് പെർഫെക്റ്റ് പിറ്റേന്നായിരിക്കും. പക്ഷേ ഇപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോഴുള്ള കൺസിസ്റ്റൻസി ഇതാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ആ സ്പ്രെഡിൻ്റെ കൺസിസ്റ്റൻസി ആണ് ഇത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബിസ്ക്കഫ് കൊണ്ട് ഒരു കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ലോട്ടസ് ബിസ്ക്കഫ് കേക്ക്. അതിൻ്റെ റെസിപ്പി നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, നമ്മുടെ ചാനലിൽ ചെറിയ ഗ്യാപ്പിന് ശേഷം ഉണ്ടാക്കുന്ന കേക്കും കൂടിയാണിത്.
എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ക്യാരമലിൻ്റെയും സിനമൻ്റെയും ഒരു ദിവസം ഇരുന്നപ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടിയ പോലെ, ഭയങ്കര ടേസ്റ്റിയാണ്. ഒരു രക്ഷയില്ല ഫ്രണ്ട്സ്, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. Until then, bye bye.